Hello everyone. In this part, we'll see economies of scale. So, economies of scale, economy എന്ന് പറഞ്ഞാല് is the cost advantage that we get due to increase in level of output. നമ്മൾ ബൾക്ക് പ്രൊഡക്ഷൻ കാരണം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന കോസ്റ്റ് റിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. വി നോ ദാറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കിപ്പോൾ ഫ്ലൈറ്റിലുണ്ടാവും ഇക്കണോമിക് ക്ലാസ്, ട്രെയിനിലുണ്ട് ഇക്കണോമിക് ക്ലാസ്, അങ്ങനെ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളതിനാണ് നമ്മൾ ബേസിക്കലി ഇക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ബൾക്ക് പ്രൊഡക്ഷൻ കാരണം നമുക്ക് കിട്ടുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് economies of scale. This arises due to the inverse relationship between per unit fixed cost and quantity produced. അതായത് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ കൂട്ടുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റ് കുറയും. ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാരണം ഉണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. Now there are two types of economies: internal economies of scale and external economies of scale. Internal economies of scale എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഒരു ഫേമിന് ഇന്റേണൽ ആയിട്ടുള്ളത്, യുണീക്ക് ആയിട്ടുള്ളതിനാണ് നമ്മൾ ഇന്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫേമിന് പ്രത്യേകതരം പേറ്റന്റ് ഉണ്ട് ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം it allows it to lower cost of production rather than other firms. അപ്പോൾ ഇത് ഫേമിന് മാത്രം നമുക്ക് യുണീക്ക് ആയിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ ഇന്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ടെക്നിക്കൽ, കമേഴ്ഷ്യൽ, മാനേജീരിയൽ, ഫിനാൻഷ്യൽ, മാർക്കറ്റിംഗ് ഓർ ലേബർ. ടെക്നിക്കൽ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അതിനുണ്ടാവുന്ന കോസ്റ്റ് റിഡക്ഷനാണ് ടെക്നിക്കൽ ഇക്കോണമി, ഇന്റേണൽ ഇക്കോണമി എന്ന് നമ്മൾ വിളിക്കുന്നത്. കമേഴ്ഷ്യൽ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ഇക്കോണമീസ് ഇൻ പർച്ചേസ് ആൻഡ് സെയിൽ. അതായത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്, നല്ല രീതിക്ക് സെല് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് കമേഴ്ഷ്യൽ ഇക്കോണമി. മാനേജീരിയൽ ഇക്കോണമി എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നല്ല സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഉള്ള ആൾക്കാർ പ്രൊഡക്ഷനിലും മാർക്കറ്റിങ്ങിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടും, അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും. ഫിനാൻഷ്യൽ ഇക്കോണമി ഇസ് ദ ഇക്കോണമി റിലേറ്റഡ് ടു ഗെറ്റിംഗ് ലോൺസ്. അതായത് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും ഒരുപാട് ലോണൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഫിനാൻഷ്യൽ ഇക്കോണമി. മാർക്കറ്റിംഗ് ഇക്കോണമി റിലേറ്റഡ് ടു അഡ്വർടൈസിങ് പവർ. നല്ല രീതിക്ക് ലാർജ് മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് മാർക്കറ്റിംഗ് ഇക്കോണമി. Then labor economy arises for the reason of large number of efficient labor. അങ്ങനെ എഫിഷ്യന്റ് ലേബർ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഒരുപാട് കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫേമിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇക്കോണമിനെയാണ് നമ്മൾ ഇന്റേണൽ ഇക്കോണമി. ആ ഫേമിന് വിത്തിൻ ദ ഫേം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, ആ ഫേമിന് പെർട്ടിക്കുലർലി ഉണ്ടാവുന്നതാണ് ഇന്റേണൽ ഇക്കോണമീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. Now, external economies. They arises outside the firm due to industry growth. അതായത് ഒരു ഇക്കോണമി വളർന്നു കഴിഞ്ഞാൽ എല്ലാ ഫേമിനും കിട്ടുന്ന അഡ്വാൻറ്റേജിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, അതായത് ഇപ്പം ഒരു കൺട്രിയിൽ നല്ല ടെക്നോളജീസ് വന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രി നല്ല രീതിയിൽ ഗ്രോ ചെയ്തു, നല്ല റോഡും ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ സ്കിൽഡ് ലേബർ അവൈലബിലിറ്റി, നല്ല ഒരുപാട് ട്രെയിൻഡ് വർക്കേഴ്സ് ഒരു പ്ലേസിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൻസിലറി ഇൻഡസ്ട്രീസ്, അതായത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് നല്ല രീതിക്ക് വളർന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് ഫേമിനാണെങ്കിൽ ആ ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല പാർട്സും വേണം. അതിന് നല്ല ഗ്രോത്ത് ഉണ്ടായിട്ട് കോസ്റ്റ് കുറയുകയാണെങ്കിൽ ഒക്കെ ഉണ്ടാകുന്നതാണ് എന്ത് എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിൽ ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു പ്ലേസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ബിസിനസ്സിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ആണ് എക്സ്റ്റേണൽ ഇക്കോണമി. ഇത് ഇന്റേണൽ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് തനതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എന്ത് ഇന്റേണൽ ഇക്കോണമി. സോ ദിസ് ഇസ് ഓൾ regarding economies of scale. Now let's see what's this economies of scale. It is just the opposite of economies of scale. It occur when an additional production unit of output increases marginal cost
which in turn reduce profitability. അതായത് നമ്മൾ additional യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് എന്ത് ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. നമ്മൾ ഒരുപാട് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്താണെങ്കിലും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. എന്തായാലും അധികമായാലും അമൃതം വിഷന്ന് വി ഹാവ് ഹേർട്ട്. അതായത് ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നമ്മൾ എല്ലതും ഓവർ ആയി കഴിഞ്ഞാൽ എന്താവും reduce ചെയ്യും. We have already seen this concept in economics in this module itself we have seen. അതായത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്താണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഡിക്രീസസ്. We have already seen it. Okay. So we have already seen it in diminishing margin utility. നമുക്കിപ്പം ഒരു ബിരിയാണി തന്നാൽ ഭയങ്കര ഹംഗ്രി ആയിരിക്കുമ്പോൾ വിൽ ബി ഓക്കെ സാറ്റിസ്ഫൈഡ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് കൂടി പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനൻ ആണ് എന്ത് ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ. Instead of production cost declining as more units are produced, the opposite happens here. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. ഇത് ലോസ് സംഭവിക്കും. ഈ ലോസ് ആണ് നമ്മൾ ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് കോസ് പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ഇൻസ്റ്റെഡ് ഓഫ് കോസ്റ്റ് ഇൻക്രീസ്. അതായത് ഒരു പ്ലോട്ടിൽ നമുക്കിപ്പം ഒരു 5 ആൾക്കാരുടെ ആവശ്യമുള്ളൂ നന്നായിട്ട് വർക്ക് ചെയ്യാൻ. ഇവിടെ അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് 10 ആൾക്കാർ വന്നു. വാട്ട് ഹാപ്പൻസ്? അവർക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം? വേജസ് കൊടുക്കണം. പക്ഷെ അത് എഫിഷ്യൻ്റ് ആയിട്ട് അത്ര ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല. എഫിഷ്യൻ്റ് ആയിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അഡീഷണൽ കോസ്റ്റ് ആവും ചെയ്യും, ബെനിഫിറ്റും ഉണ്ടാവില്ല. ആ ഫിനോമിനനാണ് വാട്ട് ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. സോ ആസ് ഇൻ ദ കേസ് ഓഫ് economies of scale, we have internal diseconomies and external diseconomies. ഒരു ഫേമിന്റെ മാത്രമായിട്ടുള്ളതാണ് internal diseconomy. It arises within the firm. It can be managerial diseconomies. അതായത് ഒരു മാനേജീരിയൽ സ്റ്റാഫ് തമ്മിലുള്ള കോർഡിനേഷനും ഫൈറ്റും ഒക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഡിസെക്കോണമി, ഓവറായിട്ട് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഫിനാൻഷ്യൽ ഡിസെക്കോണമി, ഓവറായിട്ട് നമ്മൾ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഒക്കെ അടയ്ക്കേണ്ടി വരും. അത് ലേബർ ഡിസെക്കോണമീസ് ഡ്യൂ ടു ലാക്ക്, ഒരുപാട് ലേബേഴ്സ് കൂടി കഴിഞ്ഞാൽ ഡിക്രീസസ് മോട്ടിവേഷൻ, കോൺഫ്ലിക്ട്സ്, ആബ്സെന്റിസം, കുറെ ആൾക്കാർ വിട്ടുപോവുകയൊക്കെ ചെയ്യും. സോ ഒരു ഫേമിന്റെ അകത്ത് നടക്കുന്ന ഡിസെക്കോണമീസ് ആണ് ഇന്റേണൽ ഡിസെക്കോണമീസ്. എക്സ്റ്റേണൽ ഡിസെക്കോണമീസ് ഔട്ട്സൈഡ് ദ ഫേമിൽ റൈസ് ചെയ്യുന്നത്. ഒരു ഇക്കോണമിയിൽ നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ ഇക്കോണമി സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഡിസെക്കോണമീസ്. ദിസ് മേ ബി ഡ്യൂ ടു ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഉണ്ടായ, ട്രാഫിക്, പവർ ഷോർട്ടേജ്, അതുപോലെ തന്നെ റിസോഴ്സ് സ്കേസിറ്റി, റോ മെറ്റീരിയൽസ് കുറയുമ്പോൾ പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ കുറഞ്ഞു, ഗ്യാസ് കുറഞ്ഞു, ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് എക്സ്റ്റേണൽ ഡിസെക്കോണമീസ്. റൈസിങ് ഇൻപുട്ട് പ്രൈസസ്, അതായത് പ്രൈസ് കൂടി, ആൻസിലറി ഇൻഡസ്ട്രീസിന്റെ ഒക്കെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. ആൻഡ് ഇറ്റ് ലീഡ്സ് ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. സോ ഒരു ഫേമിന്റെ വിത്തിൻ ദ ഫേം നടക്കുന്നതാണ് ഇന്റേണൽ ഡിസെക്കോണമി. എക്സ്റ്റേണൽ ഡിസെക്കോണമി എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് എഫക്ട്സ് കാരണം ആ ഫേമിനെയും എഫക്ട് ചെയ്യുന്നു. സോ ഇൻ ദിസ് പാർട്ട് വി ഹാവ് സീൻ what is economies of scale, its different type and diseconomies of scale.